ഇന്ന് രാത്രിയിലും ഇനിയും കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ നേതൃത്വം തന്നെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേതാക്കൾ മാത്രമല്ല മുഴുവൻ ജനങ്ങളോടും പൂർണ്ണമായും ബങ്കറുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറണം, ഒരു നിലക്കും പുറത്തു വരരുത് എന്നൊരു നിർദ്ദേശം കൂടി അവർ നൽകിയിട്ടുണ്ട്. അപ്പൊ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഒരു പക്ഷേ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അല്പം മുമ്പ് ഇറാന്റെ ഔദ്യോഗികമായ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ തിരിച്ചടി എന്നത് സൈനിക കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ വ്യോമ കേന്ദ്രങ്ങളിലും വ്യോമ താവളങ്ങളിലും മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ അത് പരിമിതപ്പെടുക. സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം തങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര നേരം അല്ലെങ്കിൽ ഏത് സ്വഭാവത്തിൽ അത് നീണ്ടു നിൽക്കുമെന്ന കാര്യം വ്യക്തമല്ല. ഇന്ന് രാത്രി തന്നെ ഇസ്രായേൽ ഇതിന് തിരിച്ചടി മറ്റേതെങ്കിലും അർത്ഥത്തിൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണ പരമ്പരകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം അത്രയും ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളുള്ള മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതിനെ കുറച്ചു കാണാൻ ഇസ്രായേൽ പോലും തയ്യാറാവുന്നില്ല. മാത്രമല്ല ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നുവെങ്കിൽ പോലും അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരു ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമേ വരുത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഇന്ന് വൈകിട്ട് സൈനിക വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ തുടർന്നുള്ള ഇസ്രായേലിന്റെ നീക്കം എന്നത് നതാൻസ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിലുള്ള രഹസ്യ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരവും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് കൂടി തങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇന്നലെ തന്നെ ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥ നീക്കം ഏതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണവും അതിനുള്ള തിരിച്ചടി ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് തന്നെ വീണ്ടും ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം തുടരുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ നിയന്ത്രണം കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന ഒരു ആശങ്കയാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും എം സി എ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഈ സമയം എന്ത് നിലപാടെടുക്കും, എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഒരുപക്ഷെ ഇറാനെതിരെ ആക്രമണത്തിന് അമേരിക്ക കൂടി ഇസ്രായേലിന് പിന്തുണ നൽകിയാൽ ഈ യുദ്ധത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന അതിൻ്റെ മുഖം മാറും. അതൊരു വിനാശകരമായ യുദ്ധത്തിൽ കലാശിക്കും. സ്വാഭാവികമായും അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പക്ഷത്തും രാജ്യങ്ങളുണ്ടാകും, ആളുകളുണ്ടാകും. സ്വാഭാവികമായും അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറും. എന്തായാലും ഇറാന്റെ ഔദ്യോഗിക പ്രസ് TV ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ, ഈ ഇറാൻ റിട്ടാലിയേഷന്റെ, ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ തത്സമയം അറൗണ്ട് 150 എന്ന് വെച്ചാൽ 150-നടുത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പല വേവുകളിലായി പല ഘട്ടങ്ങളിലായി ഒരേ സമയം ഇസ്രായേൽ ലക്ഷ്യമാക്കി കുതിച്ചു എന്നാണ് പറയുന്നതിൽ ആദ്യ വേവ് എന്ന് വെച്ചാൽ 5 മുതൽ 7 വരെയുള്ള ആദ്യത്തെ മിസൈലുകൾ പൂർണ്ണമായും ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചു, ഡയറക്റ്റ് ഹിറ്റ് ചെയ്തു എന്നാണ് പ്രസ് TV പറയുന്നത്. അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ ഈ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ ചെന്ന് പതിച്ചതും അവിടെ ഒരു തീപിടുത്തമുണ്ടായതും. എന്ന് വെച്ചാൽ 5 മുതൽ 7 വരെയുള്ള ആദ്യത്തെ ബാച്ച് മിസൈലുകൾ നേരിട്ട് ഹിറ്റ് ചെയ്തു ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ, ടെല്ലവീവിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസ് TV പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എത്ര വലിയ ആഘാതവും പ്രഖരവും ടെല്ലവീവിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇനി അറിയേണ്ടത്. ഇനി ഈ റിട്ടാലിയേഷൻ, ഈ പ്രത്യാക്രമണത്തിന് ഉടൻ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുമോ എന്നും അറിയണം. എന്തായാലും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നതാണ് ഏറ്റവും ആശങ്കയോടുകൂടി ഈ രാത്രിയിൽ നോക്കിക്കാണേണ്ടത്. അല്പസമയം 1 മണിക്കൂർ മാത്രം മുമ്പാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനഈ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് വന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഇസ്രായേലിന് വന്നത്, അതായത് ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല, ഏറ്റവും വലിയ തിരിച്ചടി, ശക്തമായ തിരിച്ചടി ഇസ്രായേലിനുണ്ടാകും എന്ന് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പും താക്കീതും വന്ന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്ഫഹാനിൽ നിന്ന് മറുപടിയും പ്രത്യാക്രമണവും തുടങ്ങുന്നു. അങ്ങനെ ഏറെക്കുറെ 150-നടുത്ത് മിസൈലുകൾ പല ബാച്ചുകളായി ഇസ്രായേൽ ലക്ഷ്യമാക്കി കുതിക്കുന്നു. അതിൽ എത്ര മിസൈലുകൾ നിലവിൽ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമല്ല. പക്ഷേ പല ഭാഗങ്ങളിലും അത് വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്, വലിയ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ പേര് കേട്ട അയൺ ഡോം സിസ്റ്റം ഒരുപക്ഷെ ഒരു 3/4% മിസൈലുകളും തടുക്കാൻ ശേഷിയുള്ളതാണ്
ഈ അയൺ ഡോം സിസ്റ്റം. പക്ഷേ ആ ഡോം സിസ്റ്റത്തെ മറികടന്ന് അവരുടെ അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് നിരവധി മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നു. അത് വലിയ വിനാശം ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ, തെല്ലവീവിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ രാത്രിയിലും പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമോ? അതിൻ്റെ ഭാവി എന്തായിരിക്കും? ഒരു രണ്ടാം കക്ഷി ഇതിനകത്ത് ഇടപെടുമോ? അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? UN മധ്യസ്ഥ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, വേഗത്തിൽ പ്രശ്നപരിഹാര ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് ഫലം കാണുമോ എന്ന് ഉറപ്പില്ല. എന്തായാലും പശ്ചിമേഷ്യ വലിയൊരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ യാഥാർത്ഥ്യം. ഈ ബുള്ളറ്റിൻ